ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആ കുറിപ്പ് നിനക്ക് സ്ത്രീധനം തന്ന വീടല്ല ഇത്. എന്റെ അച്ഛൻ വാടക കൊടുക്കുന്ന വീടാ. അതുകൊണ്ടേ നീ ആ മുറി അങ്ങ് തുറന്നിട്ടേക്ക്. ഡേ, അല്ലെങ്കിൽ സത്യമായിട്ട് ഞാനത് ചവിട്ടി പൊളിക്കും മനോജ്. ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. എന്തെങ്കിലും ഉടനെ ചെയ്യേണ്ടി വരും. അമ്മയുടെ സ്വർണവും അച്ഛന്റെ പണവും ഒന്നും അങ്ങ് എവിടുന്നോ കയറി വന്നോളൂ കൊണ്ടുപോകാൻ പാടില്ല. അത് തന്നെയല്ലേ ഞങ്ങൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. എടാ, ഇത് തീർന്നു. നീയേ ഒരു സ്വീറ്റ്നസ് സർബത്തും കൂടെ പറഞ്ഞേ. ഞാൻ ഇവിടെ ഇരുന്നൊന്ന് ആലോചിക്കട്ടെ. ചേച്ചി, എന്താടാ ഇതാ ബില്ല്. അത് കൊടുത്തിട്ട് ഓരോന്നുകൂടി മേടിച്ച് കഴിച്ചോ. ഞാൻ പോണ്. അല്ലെങ്കിൽ ഈ സീറ്റിനുള്ള കാശ് ഞാൻ എന്തിനു കൊടുക്കണം? ഞാനല്ലല്ലോ വാങ്ങിയത്, അവനല്ലേ? അയ്യോ 308 രൂപ. അവന്റെ ബില്ലും കൂടി. നീ പോയിട്ട് പ്രകടനം തുടങ്ങിക്കോ, ഞാൻ പറയൂ വരാം. അത് ഞാൻ ഏറ്റു. നിക്കടി അങ്ങോട്ട്. നീ ഏതാടി വൃത്തികെട്ടവളെ? നിനക്കെന്താ ഇവിടെ കാര്യം? ആന്റി, ഇത് വിനോങ്ങളുടെ മീനാക്ഷി ആന്റിയാ. മുട്ടയിലായിരിക്കും ഇവിടെ നെടുനീളം നാവാണല്ലോടി നിനക്ക്. ഇവള് പഠിപ്പിച്ചു തന്നെയാണോ? ദേ, ചെറിയ വായില് വലിയ വർത്താനം പറയാതെ അകത്ത് പോടി കുരുപ്പേ. ഓ, അപ്പൊ ഇതായിരുന്നോ ആ സാധനം? റേഷൻ കാർഡും ആധാർ കാർഡും ഒക്കെ ഉണ്ടോടി നിനക്ക്? എന്താ ഇവിടെ ഒരു ബഹളം? ഓ, ഇവളുടെ മാതൃകാനാഥൻ ഇവിടെ ഉണ്ടായിരുന്നോ? മൂത്ത മോളായ ഞാൻ ഇവിടെ ഉള്ളപ്പോ മതില് ചാടി വന്ന് ഇവളെയൊക്കെ അരിയിട്ട് വാഴിക്കാനേ നീ മെനക്കെടല്ലേ? ചേച്ചി, ഞാൻ ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിൽ ഇടപെടുന്നില്ല. ഇവിടെ അച്ഛനും അമ്മയ്ക്കുണ്ടല്ലോ ആരെ വാഴിക്കണം, ആരെ ഇറക്കി വിടണം എന്നൊക്കെ തീരുമാനിക്കാൻ. അങ്ങോട്ട് പോയി ചോദിക്ക. എവിടെയും കിടന്ന് ബീനു എങ്ങനെയാടി നിന്റെ കുടുംബത്തിൽ അംഗമായത്? നിന്റെ അമ്മയുടെ വയറ്റിൽ ജനിച്ചതാണോ, അതോ ഇനി നിന്റെ അച്ഛന്റെ രണ്ടാം കെട്ടിലുള്ളതാണോ? അതെ, അച്ഛനും അമ്മ അകത്തിരിപ്പുണ്ട്. അങ്ങോട്ട് പോയി ചോദിക്ക, അവര് പറഞ്ഞു തരും. അയ്യോ ഏട്ടാ, ഞാനാ. നീയായിരുന്നു? അങ്ങോട്ട് പോടാ, ചെല്ലടാ. പോടാ ഓട്ടിച്ചൻ. അല്ല, ഇതാര് വസന്തേച്ചിയോ? വസന്തേച്ചിയെ കണ്ടിട്ട് കൊറേ നാളായല്ലോ. സുഖമാണോ ചേച്ചി? എന്തോന്ന് സുഖം, ഞാനിപ്പ വന്നതേ ഉള്ളൂ. മനോജെ, നീ വന്നത് എന്തായാലും കാര്യായി. ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കാനിരിക്കായിരുന്നു. എന്താ വന്ദനേച്ചി? നീ ഹരിതയും കൂട്ടി എന്നിങ്ങോട്ടേക്ക് താമസം മാറുന്നേ? അതെങ്ങനെ വന്ദനേച്ചി? ഞങ്ങള് വേറെ വീടെടുത്ത് താമസിക്കല്ലേ. ഓ, അങ്ങനെയാണോ? എന്നാലേ ആ റൂം ഒന്ന് തുറന്നിട്ടിട്ട് പോണം. അത് പിന്നെ ചേച്ചി, നിന്റെ ഭാര്യയുടെ അച്ഛനെ എന്റെ അമ്മായി അച്ഛനാ. എന്നാലും ഞാൻ പറയാം, ആ കുറിപ്പ് നിനക്ക് സ്ത്രീധനം തന്ന വീടല്ല ഇത്. എന്റെ അച്ഛൻ വാടക കൊടുക്കുന്ന വീടാ. അതുകൊണ്ടേ നീ ആ മുറി അങ്ങ് തുറന്നിട്ടേക്ക്. ദേ, അല്ലെങ്കിൽ സത്യമായിട്ട് ഞാനത് ചവിട്ടി പൊളിക്കും മനോജ്. ചേച്ചി,
എവിടുന്നോ വന്നവർക്ക് വേണ്ടി ആ റൂമും തുറന്നു തരാനൊന്നും പറ്റില്ല. അതിനകത്ത് ഞങ്ങളുടെ വിലപിടിപ്പുള്ള കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. നിനക്കോ വിലയില്ല, പിന്നെ എന്തുവാടാ വിലപിടിപ്പുള്ള സാധനങ്ങള്? ഒന്ന് പോടാ അവിടുന്ന്. നീ ഇതിൽ ഇടപെടരുത്. ഇവിടെ എന്തൊരു പ്രശ്നം? നീ എന്താണ് അകത്തോട്ട് കയറാത്തെ? നീ വസന്തേ? ഓ ഒന്നുമില്ല, എനിക്കിപ്പോ പഴയതുപോലെ വിശപ്പ് വാർത്തയൊന്നും ഇല്ലെന്നേ ഞാൻ വന്ദനയോടൊന്ന് പറയുമായിരുന്നു. ആ ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ല. ഇവിടെ ഇപ്പോ അമ്മയൊന്നല്ല പാചകം ചെയ്യുന്ന പുതിയ ആൾക്കാരാ. വാ മീനാക്ഷി, വാ മോളെ വാ. എടാ പ്രകാശ, അന്നത്തിന് മുന്നിൽ കിഞ്ഞാരം പാടില്ല എന്നൊരു ചൊല്ലില്ലേ? വാടാ നമുക്ക് പോയി കഴിക്കാം. വസന്തേ, നീ വന്ന് ഇതിനാണോ? അല്ലല്ലോ. അത് ശരിയാണല്ലോ. ആ. മനോജെ വാടാ. ആ ഹലോ, തുടങ്ങിയോ? ഇത്ര നേരത്തെയോ? ആ ഞാൻ ഇപ്പൊ വരാം. മനോജെ, നീ കയറുന്നില്ലേ? എനിക്കൊരു അത്യാവശ്യ കാര്യമുണ്ട്, പെട്ടെന്ന് പോണം. അവൻ അങ്ങനെ സ്കൂട്ടായി. പ്രകാശേ, അവന്റെ ഈ ഫോണും പോക്കും ഒക്കെ കണ്ടപ്പോഴേ അവൻ വീണ്ടും വെള്ളമടി തുടങ്ങിയോന്നൊരു സംശയം. ആ, എന്തെങ്കിലും ആയിക്കോട്ടെ, അവനായി അവന്റെ പാടായി. നീ വാ. കുടുംബത്തിലെ മൂത്ത മോള് ഇവിടെ അച്ഛമ്മ ദിവസങ്ങളായിട്ട് തളർന്നു കിടക്കുന്നതൊന്നും കണ്ടില്ലേ? കണ്ടല്ലോ, അതിനെന്താ? കിടക്കുന്ന കിടപ്പിലാ അച്ഛമ്മയുടെ മലവും മൂത്രമൊക്കെ പോകുന്നത്. എടി, മനുഷ്യൻ വല്ലതും കഴിക്കാൻ തയ്യാറെടുക്കുമ്പോഴാണോ നീ ഇങ്ങനെയുള്ള വർത്താനമൊക്കെ പറയുന്നേ? കേൾക്കുമ്പോ തന്നെ അറപ്പ് തോന്നുന്നുണ്ടല്ലേ? എവിടെയോ കിടന്ന മീനാക്ഷിയെ ഇപ്പോ അതൊക്കെ മാറ്റുന്നത്. അതെ, ഒരു വിഷമവും കാണിക്കാതെ മീനാക്ഷി അതൊക്കെ ചെയ്യുന്നതും അമ്മയെ നോക്കുന്നതും. അവൾക്ക് ഒരു പരാതിയില്ല. ഓ, വലിയ കാര്യമായി പോയി. വർഷങ്ങളായിട്ട് അവളുടെ കെട്ടിയവൻ വിനുവേ ഇവിടെ കിടന്ന് തിന്നും കുടിച്ചും വളർന്നതിന്റെ കണക്കോ? വസന്തേ, അവള് പറയട്ടമ്മേ, നീ പറയടി. ആ വിനു ഇത്രയും നാളും പണിയൊന്നും ചെയ്യാതെ തിന്നും കുടിച്ചും ജീവിച്ചതിന്റെ കണക്കിലെ അതങ്ങ് കുറച്ചാ മതി. അവൻ ചുമട് ചുമക്കാനും കൂലിപ്പണിക്കും ഒക്കെ പോയി നയാ പൈസ സ്വന്തം ആവശ്യത്തിന് പോലും എടുക്കാതെ ഇവിടെ മാധവേട്ടന്റെ കയ്യിൽ കൊടുത്തിട്ടുള്ളതും. ദേ നിൽക്കുന്നു ഇരട്ട പറ്റതിൽ ഒരെണ്ണം. ഇന്നുവരെ കാൽ കാശെങ്കിലും വീട്ടു ചെലവിന് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഇവൻ പറയട്ടെ. ഇപ്പൊ വസന്തയും പ്രകാശനും സംസാരിക്കുന്നതാ കുഴപ്പം. എടി, നിനക്ക് ഇവിടെ കിടന്ന് കടിപിടി കൂടാതെ ആ കുറുപ്പിന്റെ അരമനയിൽ എങ്ങനെ പോയി ജീവിച്ചാ പോരേടി. ഇവിടുത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടിട്ടേ ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ. ആദ്യം ഇവിടുത്തെ പ്രശ്നം പൂട്ടിയിട്ടിരിക്കുന്ന മനോജിന്റെ മുറിയാ. ആ മുറി മനോജ് തുറന്നു തരുന്നുള്ള നിന്റെ മോഹം നടക്കാൻ പോകുന്നില്ലടി. നടത്തും. സുചിത്രേടത്തി, ഇവിടെ ചുറ്റികയുണ്ടോ? ഉണ്ട്, ഒരെണ്ണം മുൻവശത്തെ ഷെഡിൽ കിടപ്പുണ്ട്. മാനത്തെ കൊട്ടാ